നവമാധ്യമങ്ങൾക്ക് സിനിമാ നിർമ്മാതാക്കൾ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കി എന്നുള്ളതാണ്. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകുന്ന അക്രഡിറ്റേഷന് മാനദണ്ഡമായി കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം പോർട്ടൽ GST രജിസ്ട്രേഷനുകളും നിർബന്ധമാണ്. മരണസ്ഥലത്ത് പോലും മര്യാദ ലംഘിച്ച് യൂട്യൂബ് ചാനലുകൾ ദൃശ്യമെടുക്കുന്നുവെന്ന ആക്ഷേപം ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിത്. വിവരങ്ങളുമായി ബീനാറാണി ചേരുന്നുണ്ട്. ബീനാറാണി, എന്തായാലും ഈ കാലഘട്ടത്തിന് അനിവാര്യമാണ് ഇത്തരത്തിൽ ചില നിബന്ധനകൾ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, തീർച്ചയായും ഈ ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ച് നിരവധി പരാതികൾ സിനിമാ രംഗത്തുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ നിലവിലുണ്ട്. സിനിമ റിവ്യൂ അടക്കം സിനിമ പ്രദർശനത്തെ ബാധിക്കുന്ന പല കാര്യങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി വരുന്നത് സിനിമാ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് നേരത്തെ തന്നെ നിരവധി കോണുകളിൽ നിന്ന് പരാതി ഉയർന്നിട്ടുള്ള ഒരു സാഹചര്യവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഓൺലൈനിനൊരു കടിഞ്ഞാൺ ഏർപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെ സിനിമാ നിർമ്മാതാക്കൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കിക്കൊണ്ട് പ്രവർത്തനം നടത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള ആവശ്യം ഇവർ ഉന്നയിച്ചിരുന്നു. എന്നാൽ എല്ലാ അതിരുകളും ലംഘിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ സിനിമാ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന വീണ്ടും ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും അവർ നിർമ്മാതാക്കൾ ഇത്തരം ഒരു പരാതിയുമായി ഫെഫ്കയെ സമീപിച്ചിട്ടുള്ളത്. അതായത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നൽകുന്ന അക്രഡിറ്റേഷൻ ആയിരിക്കണം ഇവരുടെ പ്രവർത്തനത്തിനുള്ള മാനദണ്ഡമെന്നാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം പോർട്ടലും GST രജിസ്ട്രേഷനുകളും നിർബന്ധമാക്കണം എന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അടുത്തിടെ നമ്മൾ കണ്ടതാണ്, നടൻ സിദ്ദിഖിന്റെ മകൻ മരിച്ചപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ അവിടെ കയറി ചെല്ലുകയും കൂടുതൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും അത് പ്രേക്ഷകർക്ക് പോലും അരോചകമായി തോന്നുന്ന ഒരു സാഹചര്യവും മറ്റും. അത്തരത്തിൽ മരണസ്ഥലത്ത് പോലും മര്യാദ ലംഘിച്ച് യൂട്യൂബ് ചാനലുകൾ ദൃശ്യമെടുക്കുന്നെന്നുള്ള ആക്ഷേപം വലിയ തോതിൽ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ ആ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഭിമുഖങ്ങളിലും മറ്റും നടികളെ മറ്റും മോശമായി ചിത്രീകരിക്കുന്ന ഒരു രീതിയും ഇതെല്ലാം തന്നെ വലിയ പരാതി ഉയർന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഇനി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അക്രഡിറ്റേഷൻ ഇല്ലാത്തവരെ സിനിമ പ്രൊമോഷൻ അടക്കം ഒന്നിലും സഹകരിപ്പിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ പോകുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് ഇവർ ഫെഫ്കയ്ക്ക് കത്തയച്ചിട്ടുമുണ്ട്. എന്തായാലും ഓൺലൈൻ മാധ്യമങ്ങളിൽ നവമാധ്യമങ്ങൾക്കൊരു കടിഞ്ഞാൺ വേണ്ടതാണെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് രജിസ്ട്രേഷനും GST രജിസ്ട്രേഷനും കൂടി നിർബന്ധമാക്കിയതും അല്ലേ? തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം പോർട്ടൽ, അതോടൊപ്പം തന്നെ GST രജിസ്ട്രേഷൻ ഇവ നിർബന്ധമാണ് എന്ന് നിർമ്മാതാക്കൾ അത് നേരത്തെ ഇത്തരത്തിൽ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കിയിരുന്നെങ്കിലും ഇത്തരത്തിൽ കൂടുതൽ നിബന്ധനകൾ കൊണ്ടുവരുന്നത് ഇപ്പോഴാണ്. ഇവരുടെ നിരന്തരമായുള്ള ഇത്തരത്തിലുള്ള പ്രേക്ഷകർക്ക് അരോചകമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ GST രജിസ്ട്രേഷൻ നിർബന്ധമാക്കിക്കൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടനകൾ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഫെഫ്കയെ സമീപിച്ചിട്ടുള്ളത്. ശരി.